ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉദ്യോതനം 1-ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 1 ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ ആകെ 5 പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പോൾ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥ വായിച്ചു നോക്കാം. വെളുത്ത നിറവും ചുവന്ന കണ്ണുകളുമുള്ള കിങ്ങിണി മുയൽ നീലമലക്കാട്ടിൽ താമസിച്ചിരുന്നു. കിങ്ങിണി മുയലിൻ്റെ സുഹൃത്തായിരുന്നു ചിന്നൻ കുരങ്ങൻ. നാട്ടിലെ കൃഷിത്തോട്ടത്തിൽ നല്ല മധുരമുള്ള ക്യാരറ്റ് കിട്ടും. നമുക്ക് അങ്ങോട്ട് പോയാലോ? കിങ്ങിണി ചിന്നുവിനോട് ചോദിച്ചു. വേണ്ട കിങ്ങിണി, നാട്ടുകാർ പിടിച്ച് കൂട്ടിലിടും, ചിന്നൻ പറഞ്ഞു. ചിന്നൻ പറഞ്ഞത് കേൾക്കാതെ കിങ്ങിണി നാട്ടിലെ തോട്ടത്തിലെത്തി. കൃഷിക്കാരൻ വെച്ചിരുന്ന കെണിയിൽ പെട്ടു. രക്ഷിക്കണേ, കിങ്ങിണി മുയൽ നിലവിളിച്ചു. ആരും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞ് കിങ്ങിണി മുയലിനെ അന്വേഷിച്ചു വന്ന ചിന്നൻ ആ കാഴ്ച കണ്ടു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കെണിയിൽ പെടുമെന്ന്? ചിന്നൻ ചോദിച്ചു. കിങ്ങിണിക്ക് സങ്കടമായി. രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി നോക്കാം, ചിന്നൻ പറഞ്ഞു. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു മുയൽ പറഞ്ഞത് കേൾക്കാനിട്ട് കിങ്ങിണി മുയൽ പറഞ്ഞത് കേൾക്കാണ്ട് ചിന്നൻ കുരങ്ങൻ പോയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. 1-ാമത്തെ ചോദ്യം, കിങ്ങിണി മുയൽ താമസിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം നീലമലക്കാട്ടിൽ. 2-ാമത്തേത്, കിങ്ങിണി മുയലിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ഉത്തരം ചിന്നൻ കുരങ്ങൻ. 3-ാമത്തെ ചോദ്യം, നാട്ടിലെ തോട്ടത്തിലേക്ക് പോകാമെന്ന് കിങ്ങിണി മുയൽ പറഞ്ഞത് എന്തിനാണ്? ഉത്തരം മധുരമുള്ള ക്യാരറ്റ് കിട്ടാൻ. 4-ാമത്തെ ചോദ്യം, തോട്ടത്തിലെത്തിയ കിങ്ങിണി മുയലിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം കെണിയിൽ പെട്ടു. ഇനി 5-ാമത്തേത്, കഥയ്ക്ക് ഉചിതമായ തലക്കെട്ട് നൽകൂ. അതായത് തലക്കെട്ട് ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് കഥ വായിക്കുമ്പോൾ ഒരുപാട് തലക്കെട്ടുകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തലക്കെട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് കൊതിയൻ എന്നോ അല്ലെങ്കിൽ കുരങ്ങനും മുയലും എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു പ്രവർത്തനം 1 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത പ്രവർത്തനം 2, വാഹനങ്ങൾ പലവിധം. മാനസിക്ക് ഒരു മോഹം, യാത്ര പോകണം, കൂട്ടുകാരെ കൂടെ കൂട്ടണം, നാടെല്ലാം ചുറ്റിക്കാണണം. ഏത് വാഹനത്തിൽ പോകും? എല്ലാ വാഹനങ്ങളും യാത്രയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. താഴെ കൊടുത്ത വാഹനങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. യാത്രയ്ക്ക് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കും. അപ്പോൾ അവിടെ ഒരുപാട് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 3 വാഹനങ്ങളാണ് നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കാത്തത്. ഏതൊക്കെയാണ്? ട്രാക്ടർ, അതുപോലെ തന്നെ ലോറി, അതുപോലെ തന്നെ JCB. ഇതൊന്നും നമ്മൾ യാത്രകൾക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് വട്ടം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാഹനങ്ങളെ പട്ടികപ്പെടുത്തുക എന്നതാണ്. അതായത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവയും അതുപോലെ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നതും തമ്മിൽ പട്ടിക വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യാത്രകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബസ്, കാറ്, സൈക്കിൾ, ഓട്ടോറിക്ഷ. ഇനി ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? JCB, ട്രാക്ടർ. അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 3 എന്ന് പറയുന്നത് കടങ്കഥയാണ്. താഴെ കൊടുത്ത കടങ്കഥകൾക്ക് ഉത്തരം എഴുതൂ. അപ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ. ആളെ കയറ്റും ചരക്കും കയറ്റും കടലിലൂടെ പോകും ഞാൻ. ആരാണത്? ഉത്തരം ബോട്ടാണ്. അപ്പോൾ നമുക്ക് ബോട്ട് എന്നവിടെ എഴുതാം. ഇനി അടുത്തത്, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കാലില്ല പന്തൽ. ഏതാണ്? ഉത്തരം ആകാശമാണ്. അപ്പോൾ ആകാശം. ഇനി 3-ാമത്തേത്, നിറമില്ല, മണമില്ല, രുചിയില്ല, ഗുണമുണ്ട്, വേണം ഞാൻ എല്ലാവർക്കും വേണ്ടുവോളം. ഏതാണത്? മണവും നിറവും ഒന്നുമില്ലാത്തത് എന്താണ്? ഉത്തരം വെള്ളമാണ്. അപ്പോൾ വെള്ളം എന്നവിടെ എഴുതുക. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈക്കിൾ ഉത്തരമായി വരുന്ന കടങ്കഥ സ്വന്തമായി തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് സൈക്കിൾ ഉത്തരമായി വരുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദ്യമായി എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ പോവും. ഉത്തരം സൈക്കിൾ. അപ്പോൾ ഇതായിരുന്നു പ്രവർത്തനം 3 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പ്രവർത്തനം 4, യാത്ര പോകാം. മാനസയും കൂട്ടുകാരും യാത്ര പോകാൻ തീരുമാനിച്ചു. 2024 ഏപ്രിൽ 15-നാണ് യാത്ര. കലണ്ടർ നോക്കി കണ്ടെത്തുക. അപ്പോൾ അതിലെവിടെയാണ് ഏപ്രിൽ 15? 15 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. 2024 ഏപ്രിൽ 15 ഏത് ദിവസമാണ്? തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കൾ. ഏപ്രിൽ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസങ്ങളാണുള്ളത്? ഉത്തരം 30.
ഇനി 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് 31 ദിവസങ്ങളുള്ളത്? ജനുവരി, മാർച്ച്, മെയ്, അതുപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ, ഇതിലെല്ലാം 31 ദിവസങ്ങളാണുള്ളത്. ഇനി അടുത്ത ചോദ്യം, കലണ്ടറിൽ നിന്ന് ഒരു സംഖ്യ പാറ്റേൺ കണ്ടെത്തി എഴുതുക. അപ്പോൾ എന്താണ്, ഒരുപാട് പാറ്റേണുകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെഴുതാം? 7, 14, 21, 28 ആ പാറ്റേൺ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് പ്രവർത്തനം 5, ജലമലിനീകരണം. യാത്രയിൽ മാനസയും കൂട്ടുകാരും ഒരു പുഴ കണ്ടു. പുഴയോരത്ത് അവർ കണ്ട കാഴ്ചകൾ നോക്കൂ. എന്താണ് കാഴ്ചകൾ കാണുന്നത്? ആ പുഴയെ വെള്ളത്തിൽ നശിപ്പിക്കുന്ന ചിത്രമാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നതും അതുപോലെ തന്നെ മൃഗങ്ങളെയും വണ്ടിയെയും എല്ലാം കഴുകുന്ന ചിത്രമാണ് അവർ കണ്ടത്. ജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന 3 സന്ദർഭങ്ങൾ എഴുതും. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ജലസ്രോതസ്സുകളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, കന്നുകാലികളെ പുഴയിൽ ഇറക്കി കുളിപ്പിക്കുമ്പോൾ, വാഹനങ്ങൾ പുഴയിൽ ഇറക്കി കഴുകും. ഇങ്ങനെയൊക്കെ ചെയ്താൽ ജലസ്രോതസ്സുകൾ മലിനമാകുന്നതാണ്. 2 ജലസ്രോതസ്സുകളുടെ പേരെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കുളം, കിണർ അതൊക്കെ നിങ്ങൾക്ക് ഉത്തരമായി എഴുതാവുന്നതാണ്. പുഴ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന ഉത്തരങ്ങളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന 2ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം 1ാം ദിവസത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.